Hi, I just had a chance to use the Moontrop Chuchu. ഇതെൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം എനിക്കൊന്ന് 1 ഇയറിന് മേലെ ഞാൻ പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ മൾട്ടിപ്പിൾ കാരണം പ്ലാൻ ഡ്രോപ്പ് ചെയ്ത പ്രൊഡക്റ്റാണിത്. ബട്ട് ഐ ഹാഡ് എ ചാൻസ് ടു യൂസ് ദിസ്. എൻ്റെ കൊളീഗിൻ്റെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. സോ ഞാൻ എൻ്റെ ഇനിയർ മോണിറ്ററായിട്ട് ഒരു 2 ദിവസത്തേക്ക് ഇത് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഡേ ആണ്. എനിക്കിപ്പോൾ ഫസ്റ്റ് കാരണം ഇതിൻ്റെ ബേണിംഗ് ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഷീ ഈസ് യൂസിങ് ഫോർ ഫ്യൂ മന്ത്സ് നൗ. സോ ഞാനിപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്നത് കിവി ഇയേഴ്സിൻ്റെ ക്യാൻസ എന്ന് പറഞ്ഞ മോഡലാണ്. അത് ഇതിനേക്കാളും ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. കാരണം ഇത് ഈ വരുന്ന മോഡൽ DSP മോഡലാണ്. അതായത് ടൈപ്പ് സി ആണ് വരുന്നത്. ഇതിൽ ഇൻബിൽറ്റ് ഡാക്ക് വരുന്നുണ്ട്, ഇതിൽ മൈക്രോഫോൺ വരുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന് ടൈപ്പ് സി ഡാക്ക് അല്ല, ലൈക്ക് 3.5 ആണ്, ഇൻബിൽറ്റ് ഡാക്ക് ഇല്ല, അതിൽ മൈക്രോഫോൺ ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് ഫോർ മ്യൂസിക്. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ബെറ്റർ ആയിട്ടുണ്ട്. ഒന്ന്, ഇതിൻ്റെ സൗണ്ട് സ്റ്റേജ് കുറച്ചുകൂടി ബെറ്ററാണ്, കുറച്ചുകൂടി പ്രിസൈസ് ആണ്. ഇൻസ്ട്രുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എക്സാക്റ്റ് എവിടെയാണെന്നുള്ളത് ഇച്ചിരി കൂടി പ്രിസൈസ് ആണ്. രണ്ടാമത്തത്, ഇതിന് കുറച്ചും കൂടി ബെറ്റർ തമ്പിങ് ബേസ് ഉണ്ട്. ഞാൻ ഈവൻ കിവി ഇയേഴ്സ് വാങ്ങുമ്പോഴും ഞാൻ ബേസിന് വേണ്ടിയിട്ടല്ല പർച്ചേസ് ചെയ്തത്. കാരണം അതിൽ വരുന്ന ബെർലിയം ഡ്രൈവേഴ്സാണ്. ആൻഡ് അത് ബേസിന് വളരെ വീക്കാണ് ആ കാര്യത്തിൽ, ആ ഡ്രൈവേഴ്സ്. സോ എനിക്ക് അറിയായിരുന്നു, പക്ഷേ അത് വളരെ ബാലൻസ്ഡ് ആണ്. നിങ്ങൾക്ക് സീറോ ബേസ് ആയിട്ട് ചില സിറ്റുവേഷനിൽ തോന്നും, ബട്ട് അത്യാവശ്യം ഡീസൻറ്റ് ലെവൽ ഓഫ് റെസ്പോൺസ് അതിനുണ്ട് ബേസിൻ്റെ കാര്യത്തിൽ. ബട്ട് ഇത് കുറച്ചുകൂടി പഞ്ചിയാണ്, കുറച്ചുകൂടി പവർഫുള്ളാണ്. നിങ്ങൾക്ക് ആ ബേസ് എൻഹാൻസ്, ഇപ്പം KC-EDX Pro അല്ലെങ്കിൽ CCA CRI ഒന്നും അത്ര ഒരു ഹെവി ബേസിംഗ് ഒന്നുമല്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ട്രൂത്ത് ഹോളേഡ് അതുപോലെ അത്ര ഹെവി തമ്പിങ് ബേസ് അല്ല. ബട്ട് സ്റ്റിൽ ഗോട്ട് അത്യാവശ്യം നല്ല ഡീസൻറ്റ് ലെവൽ ഓഫ് ബേസ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് നല്ലതാണ്, അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് നല്ലതാണ്. ബട്ട് ആ പ്രശ്നമുള്ളത് വെച്ചാൽ ഡീറ്റെയിൽ ഇച്ചിരി ഓവർ ആവുന്നത് കൊണ്ട് തന്നെ ചില സിറ്റുവേഷനിൽ ഇപ്പോൾ പഴയ മലയാളം ട്രാക്കൊക്കെ കേൾക്കുന്ന ആളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷനായിട്ട് തോന്നും. കാരണം ഞാനും ഒരു ബാലൻസ് സൗണ്ടിന് വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ചില പോയിന്റ്സിൽ നിന്ന് ഇത് ഇച്ചിരി ഇറിറ്റേറ്റഡ് ആയിട്ടും എനിക്ക് വോളിയം ലെവൽ കുറക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. സെയിം ടൈം ഏത് ക്യാൻസൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. സോ ഇഫ് യു ആർ എ പേഴ്സൺ ഹു ലുക്കിംഗ് ഇൻ യുവർ മോട്ടർ സംവെയർ അറൗണ്ട് ഈ 2.5K, ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ക്യാൻസർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഡാക്ക് എടുക്കണം, ഡാക്ക് പെട്ടെന്ന് ഡാമേജ് ആവും. ഞാൻ തന്നെ ഡാക്ക് ഇപ്പം 3 പ്രാവശ്യം പുതിയ ഡാക്ക് വാറണ്ടി ക്ലെയിം ചെയ്തു, കുറച്ച് സൂക്ഷിച്ച് യൂസ് ചെയ്യണം. പക്ഷേ ഇതിന് ആ പ്രശ്നമൊന്നുമില്ല. ഇറ്റ്സ് എ DSP വേർഷൻ. ഇതിൻ്റെ മൈക്രോഫോൺ ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. പിന്നെയുള്ളൊരു ഓപ്ഷൻ എനിക്ക് വാംഗ്ലർ SG ഒക്കെ പുതിയ റെഡ് എഡിഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ബട്ട് ദിസ് വൺ ഈസ് റിയലി ഗുഡ്. ഇറ്റ്സ് ഗോട്ട് റിയലി ഗുഡ് സൗണ്ട്. നിങ്ങൾ എഡിറ്റിങ്ങിനാണെങ്കിലും അതുപോലെ തന്നെ ഗെയിമിങ്ങിനാണെങ്കിലും മ്യൂസിക് ലിസണിങ് ആണെങ്കിലും ഇതൊരു ഓൾറൗണ്ടറായിട്ട് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യും. കാരണം ഇറ്റ്സ് ഗോട്ട് എ വി ഷേപ്പ് സൗണ്ട്. സോ അതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനാണെങ്കിലും ഒരു വലിയ ഓഡിയൻസിന് ഇപ്പോൾ 100 പേരെ എടുത്താൽ അതിൽ 80 പേർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ക്യാൻസർക്ക് മേലെ ഇതായിരിക്കും.